നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള നിരവധി പ്രസംഗങ്ങൾ, പ്രതികരണങ്ങൾ വിവാദമായിട്ടുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗരഖ്പൂരിൽ ഉത്തരാഖണ്ഡിലെ ഗരഖ്പൂരിൽ ITA വിദ്യാർത്ഥികളുമായി നടത്തിയ ഒരു സംവാദമാണ് വലിയ വിവാദമായിട്ടുള്ളത്. അവിടെ ഒരു വിദ്യാർത്ഥിനി വളരെ ആവേശപൂർവ്വം, വളരെ പ്രതീക്ഷാപൂർവ്വം അദ്ദേഹത്തിന് മുന്നിൽ ആ കുട്ടിയുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് തമാശ രൂപേണ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ് വലിയ വിവാദമായിട്ടുള്ളത്. അതായത് ഒരു ITI വിദ്യാർത്ഥിനി വളരെ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഒരുപാട് കുട്ടികൾക്ക്, ഡിസ്ലെക്സിയ എന്ന രോഗാവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് സഹായകരമാകുന്ന ഒരു പ്രോഗ്രാം വികസിപ്പിക്കുകയും അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുമാണ്. അവിടെ ആ രോഗാവസ്ഥയെക്കുറിച്ച് പറയുകയും അത്തരത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് സഹായകരമായ ഒരു ഉപകരണം നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ആ രോഗാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ ചുവയുള്ള പരിഹാസങ്ങൾ അതിൽ കലർത്തുകയാണ്. അതായത് ഡിസ്ലെക്സിയ എന്നുള്ള കുട്ടികൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കും. നല്ല ബുദ്ധിശേഷി ഉണ്ടെങ്കിലും വായിക്കുന്നതിലും എഴുതുന്നതിലുമൊക്കെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച ഒരു പിന്നോട്ട് പോക്ക്, ഒരു കുറവ് അവർ അനുഭവിക്കാറുണ്ട്. അത്തരം കുട്ടികളെക്കുറിച്ച് പറയുമ്പോഴാണ് 40 വയസ്സുള്ള കുട്ടികൾക്ക് ഇത്തരം ഉപകരണം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞൊരു പരിഹാസ ചിരി അദ്ദേഹം അവിടെ ചിരിക്കുന്നത്. അത് സദസ്സിലിരിക്കുന്ന കുട്ടികളും അത് ഏറ്റുപിടിച്ച് ചിരിക്കുകയും വളരെ പോസിറ്റീവായി നടക്കേണ്ട ആ സംവാദം ഒരു രാഷ്ട്രീയ പരിഹാസ ചുവയിലേക്ക് മാറുകയുമാണ് ഉണ്ടായത്. ഇത് വലിയ വിവാദമാകുകയും ഡിസ്ലെക്സിയ എന്ന ഈ രോഗാവസ്ഥയിലുള്ള മുഴുവൻ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രധാനമന്ത്രി അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യപ്പെട്ടതും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഡിസ്ലെക്സിയ എന്നുള്ള രോഗാവസ്ഥയാണ് എന്നാണ്. നമുക്കെന്തായാലും അത് വളരെ പെട്ടെന്ന് നോക്കാം. പഠനശേഷിക്കുറവ്, പഠന വൈകല്യം ആണ് ഈ ഡിസ്ലെക്സിയ എന്ന രോഗത്തെക്കുറിച്ച് പൊതുവായി പറയുന്നത്. അതൊരിക്കലും ബുദ്ധിമാന്ദ്യമോ ഒന്നുമല്ല. പഠനശേഷിയും പഠന വൈകല്യം, ശരാശരിയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ശരാശരിയിൽ കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകും. പക്ഷേ അതിനനുസരിച്ച് ഒരു പെരുമാറാൻ കഴിയാതെ വരുന്നൊരു അവസ്ഥയാണ് പൊതുവെ ഡിസ്ലെക്സിയ എന്ന അവസ്ഥയിൽ പറയുന്നത്. ഇത് ബുദ്ധിമാന്ദ്യത്തിൻ്റെ ഗണത്തിൽ ഒരിക്കലും പെടുന്നതല്ല. മറ്റുള്ള കുട്ടികളെക്കാൾ ശരാശരിയിൽ കൂടുതൽ ബുദ്ധി ഈ കുട്ടികൾക്ക് ഉണ്ടാകും എന്ന് പറയുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു തകരാറാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി വരുന്നത്. നേരത്തെ കണ്ടെത്തി കുട്ടിക്ക് ആവശ്യമായ സഹായം അല്ലെങ്കിൽ ചികിത്സ നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് പെരുമാറ്റ വൈകല്യങ്ങൾക്കടക്കം കാരണമാകും എന്ന് വരികയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന കുട്ടിക്ക് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഉപകരണം താൻ വികസിപ്പിച്ചെടുത്തു എന്നൊരു വിദ്യാർത്ഥിനി പറയുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും സൂചിപ്പിച്ചുകൊണ്ട് ഒരു പരിഹാസ ചുവയിലേക്ക് പ്രധാനമന്ത്രി അതിനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ഈ ഡിസ്ലെക്സിയ ബാധിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ അധികം ആളുകൾ ഇത്തരത്തിൽ ഡിസ്ലെക്സിയ ബാധിച്ചവരായിരുന്നു. അവരിൽ നിന്നാണ് ലോകത്തെ ഞെട്ടിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നൊരു പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അറിഞ്ഞു കാണില്ല. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇത്തരമൊരു പരിഹാസം അവിടെ നടത്തില്ല എന്ന് വേണം പറയാൻ. നമുക്ക് നോക്കാം ആരൊക്കെയാണ് പ്രധാനമായും ഡിസ്ലെക്സിയ ബാധിച്ച ലോകത്തെ ഞെട്ടിച്ച നിരവധിയായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. ലിയാൻഡോ ഡാവിഞ്ചി, ലോക പ്രശസ്ത ചിത്രകാരൻ, അദ്ദേഹം ഡിസ്ലെക്സിയ ബാധിച്ച ഒരാളായിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഈ രീതിയിലുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനും ചെറുപ്പത്തിൽ ഈ രോഗമുണ്ടായിരുന്നു. പാബ്ലോ പിക്കാസോയ്ക്കും ഈ രോഗാവസ്ഥയിലൂടെ അനുഭവിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ജോൺ എഫ് കെന്നഡി, മുൻ അമേരിക്കൻ പ്രസിഡന്റായ അദ്ദേഹത്തിനും ചെറുപ്പകാലത്ത് ഇത്തരമൊരു ഇതുണ്ടായിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് വാഷിങ്ടൺ, അദ്ദേഹവും ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ്. സ്റ്റീവ് ജോബ്സ്, ലോകത്തെ ഞെട്ടിച്ച, ഇന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുപിടുത്തത്തിൻ്റെ ഉപജ്ഞാതാവായ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹവും ചെറുപ്പകാലത്ത് ഈ ഒരു പ്രശ്നം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇടിക്കൂട്ടിലെ മിന്നും താരമായിരുന്ന മുഹമ്മദ് അലി, അദ്ദേഹത്തിനും ചെറുപ്പത്തിൽ ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഡിസ്ലെക്സിയ എന്ന ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ലോകത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആളുകളാണ്. അത്തരം ഒരു വലിയ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് സഹായകരമാകുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരുന്ന ഒരു യോഗത്തിലാണ്, അല്ലെങ്കിൽ ഒരു വേദിയിലാണ് അതിനൊരു രാഷ്ട്രീയ ചുവയുള്ള പരിഹാസ വേദിയായി പ്രധാനമന്ത്രി മാറ്റിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം.